ഹെൽപ്പിംഗ് ആയിപ്പോയി. ഇതിന് മുന്നേ വന്നപ്പോഴും ഇതേ എനർജിയാണ്, ഇപ്പോഴും അതേ എനർജി. ഇതെങ്ങനെ സാധിക്കുന്നു? സത്യം ഭയങ്കര ശാരദായിട്ടോ നമ്മുടെ സിനിമകളുടെ പാട്ടുകൾ, ഡാൻസ്, അടിപൊളി ഡാൻസ് ആയിരുന്നു. ആ വീഡിയോ ഭയങ്കര നമ്മുടെ സിനിമകളുടെ പല പല കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വരുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പോൾ ആ വീഡിയോയിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എൻ്റെ പ്രേമം കേരളത്തിലെ കൊച്ചുകുട്ടികളുടെ അപ്പോൾ പ്രേമം തിയേറ്ററിലെ കൊച്ചുകുട്ടികളായിരുന്നു കണ്ട കുട്ടികളാണ് എൻ്റെ മുമ്പിൽ. അനുജിമാർക്കും മാനേജർക്കും നമസ്കാരം. എന്താ പറയുക, അത് സ്റ്റേജിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഭയങ്കര സ്പീച്ച് നടത്തിയ ശീലമൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ എനിക്ക് ഇവിടെ പറയാൻ തോന്നിയൊരു കാര്യം ഞാൻ ഇങ്ങനെ പറയാം. അതായത് ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യുന്നതിന് മുമ്പേ, ആദ്യത്തെ ഒരു ഓഡീഷൻ സമയത്ത് എനിക്കൊരു കാലിലൊരു ആക്സിഡന്റ്, ഒരു സർജറി കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു 40-45 ദിവസത്തോളം ബെഡ് റെസ്റ്റ് ആണ്, പ്രത്യേകിച്ച് ചെയ്യാനില്ല. അത് ഞാൻ മാക്സിമം ടി വി എടുത്ത് നോക്കി, ടി വി കണ്ട് ബോറടിച്ച് പോയി പുസ്തകങ്ങളിലേക്ക് മാറി. അങ്ങനെ പുസ്തകം വായിച്ചു തുടങ്ങി. പുസ്തകം വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ആ സമയത്ത് വായിച്ചൊരു പുസ്തകമാണ് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവുന്ന വിശ്വസിക്കുന്നു. വായിച്ചിട്ടുണ്ടോ? ഈ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകം സത്യം ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു ആ ഒരു ഓഡീഷന്റെ സമയത്ത്. അതായത് ഓഡീഷന് പോകണോ, പോയാൽ എനിക്ക് കിട്ടുമോ, കാരണം എനിക്ക് അങ്ങനെ ഒരു സിനിമ ആരും പരിചയക്കാരൊന്നുമില്ല, പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരു സെൽഫ് ഡൗട്ട് തോന്നിയ സമയത്ത് എനിക്ക് ധൈര്യം തന്നത് ആ പുസ്തകമാണ്. ഞാൻ അങ്ങനെ കണ്ടു കൽപ്പിച്ച് ഈ ഓഡീഷന് പോയി വളരെ ധൈര്യത്തോടു കൂടി ഇതിൽ പങ്കെടുത്തു. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ആദ്യമായിട്ട് വീതിനെ കാണുന്നത് അവിടെ വെച്ചിട്ടാണ്, ക്യാമറ ഫേസ് ചെയ്യുന്ന ആദ്യമായിട്ട് അവിടെ വെച്ചിട്ടാണ്. കുറേ ആൾക്കാർ, കുറേ സിനിമാക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എന്തോ ചെയ്തു, അതിൽ എന്നെ സെലക്ട് ചെയ്തതിന്റെ ഭാഗമായി സിനിമയ്ക്ക് ലഭിച്ചു. ആ സിനിമ ലഭിച്ചതിന്റെ ഭാഗമായി എനിക്ക് ഇതുപോലെ നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഞാൻ തിരിച്ചു വീട്ടിൽ ഞാൻ ആലോചിച്ചു, ഇത്രയും സ്റ്റേജിൽ കയറാൻ പേടിയുള്ള ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓഡീഷന് പോകാൻ തീരുമാനമെടുത്തത്. അപ്പോൾ എനിക്ക് ആ പുസ്തകത്തിന് പറയുന്നൊരു കാര്യമുണ്ട്. ആ പുസ്തകത്തിലെ ക്യാരക്ടർ ഒരു ജേർണി പോകും, ഒരു യാത്ര പോകണം. അപ്പൊ യാത്ര എവിടെ എത്തും എന്നുള്ളത് ക്യാരക്ടറിന് അറിയില്ല. പക്ഷെ ആ യാത്ര ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടാണ് ആ ക്യാരക്ടറുടെ ലൈഫ് മാറുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ യൂണിയൻ ഇനാഗ്രേഷൻ കഴിഞ്ഞ യൂണിയൻ ഇനാഗ്രേഷൻ ജയിച്ച പലരും ഉണ്ട്, ജയിക്കാത്ത പലരും ഉണ്ട്. പക്ഷെ പാർട്ടിസിപ്പേഷൻ ഈസ് എ ബിഗ്ഗസ്റ്റ് ആർട്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇത്രയും വീഡിയോസ് എനിക്ക് കാണാൻ പറ്റുന്നത്, ഈ ട്രിബ്യൂട്ട് എനിക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങളുടെ സ്നേഹം എനിക്ക് ലഭിക്കുന്നത്, എൻ്റെ പുതിയ സിനിമയെ ബെത്തറേജ് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി വരാൻ പറ്റുന്നതല്ല. അന്ന് ഒരു ദിവസം ഞാൻ എടുത്ത ഡിസിഷനാണ് ഒരു പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല പല സിറ്റുവേഷൻസ് വരും, പല സെൽഫ് ഡൗട്ട്സ് വരും. നമുക്കൊരു ഫിയർ ഓഫ് ഫെയിലിയർ എപ്പോഴും, ഞാൻ പങ്കെടുത്താൽ ഇത് എന്നെ കളിയാക്കോ, എന്നെ ട്രോളോ, ഇങ്ങനെ പല സെൽഫ് ഡൗട്ട് വരുമ്പോഴും നിങ്ങൾ എടുക്കേണ്ട ഒറ്റ തീരുമാനമുള്ളൂ, പാർട്ടിസിപ്പേറ്റ്. അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഭയങ്കര വലിയ ചേഞ്ചസ് ആണ്. വലിയൊരു ചേഞ്ച് ഉണ്ടാക്കുന്ന എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ പഠിച്ച വരികയാണ്. അപ്പോൾ അത് ഇവിടെ വന്നപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നി. അതൊരു